എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. വളരെ കാലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെഷനാണ് ഡെയിലി ടെസ്റ്റ് എന്ന് പറയുന്നത്. 10 ചോദ്യങ്ങളാണ്. സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റാണ്. നിങ്ങളെ തന്നെ റിവിഷനൊക്കെ നന്നായി നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടെസ്റ്റാണിത്. അപ്പോൾ ഇതിൽ സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട് എന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാം. നിങ്ങളും നോക്കൂ എങ്ങനെയാണെന്നുള്ളത്. വലിയ കുഴപ്പമില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കൃത്രിമ ആനയെ എഴുന്നള്ളിച്ച് ഉത്സവം നടത്തിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി കൃത്രിമ ആനയെ എഴുന്നള്ളിച്ച് ഉത്സവം നടത്തിയ സംസ്ഥാനം ഏത് എന്നാണ് ആദ്യത്തെ ചോദ്യം. 2, പെപ്സിയുടെ ബ്രാൻഡ് അംബാസഡറായി ഇതിനിടെ നിയമിതനായത് ആരാണ്? ഏത് സെലിബ്രിറ്റിയാണ് പെപ്സിയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഇന്ന് മുഴുവനും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. 3, ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ കോർഡിനേറ്റ് ചെയ്യുന്ന റസീന ഡയലോഗ്, ആ ഡയലോഗിൽ മുഖ്യ അതിഥിയാകുന്നത് ആരാണ്? അപ്പോൾ ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഈ റസീന ഡയലോഗ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഡീൽ ചെയ്യുന്നൊരു എന്താ പറയുക ഒരു മീറ്റിംഗ് കോൺഫറൻസ് പോലെയാണ്. ഇത് ജിയോ പൊളിറ്റിക്കൽ സിനാരിയോസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന റസീന ഡയലോഗ് എന്ന ഡയലോഗിൽ മുഖ്യ അതിഥിയാകുന്നത് ഏതാണ്? അതാണ് ചോദ്യം. അപ്പോൾ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണോ പ്രസിഡൻ്റാണ് ഈ പറയുന്ന ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഈ റസീന ഡയലോഗിലെ മുഖ്യ അതിഥി എന്നാണ് ചോദ്യം. 4, ലോക സിവിൽ ഡിഫൻസ് ദിനമായി ആചരിക്കുന്നത് എപ്പോൾ എന്നാണ്. ലോക സിവിൽ ഡിഫൻസ് ഡേ എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? 5, കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഈ നിയമിതനായ ആളാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആര്? 6, ടിക്ടോക്ക് നിരോധിച്ച ആഗോള സാമ്പത്തിക സംഘടന ഏത്? ടിക്ടോക്ക് നിരോധിച്ച സംഘടന ഏത് എന്നാണ് 6ാമത്തെ ചോദ്യം. 7, മലയാളം സർവകലാശാലയുടെ പുതിയ രജിസ്ട്രാർ ആരാണ്? ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കറണ്ട് അഫയേഴ്സ് സെഷനിലും പറഞ്ഞിരുന്നതാണ്. മലയാളം സർവകലാശാലയുടെ പുതിയ രജിസ്ട്രാർ ആരാണ്? ബ്രോഡ്ബാൻഡ് ഇന്ത്യ ഫോറം എന്ന ഫോറത്തിൻ്റെ ചെയർപേഴ്സൺ ആരാണ് എന്നാണ് 8ാമത്തെ ചോദ്യം. ബ്രോഡ്ബാൻഡ് ഇന്ത്യ ഫോറം ചെയർപേഴ്സണായി നിയമിതനായത് ആര്? 9, ഫിഫയുടെ മികച്ച ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? ഫിഫയുടെ മികച്ച ഫുട്ബോൾ താരം ആരാണ്? 10, ഫിഫയുടെ മികച്ച വനിതാ ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് താരമാരാണ്? അപ്പോൾ ഇതാണ് 10 ചോദ്യങ്ങളായിട്ടുള്ളത്. അതിൻ്റെ ഉത്തരങ്ങൾ ഓരോന്നായി നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഇന്ത്യയിൽ ആദ്യമായി കൃത്രിമ ആനയെ എഴുന്നള്ളിച്ച് ഉത്സവം നടത്തിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി കൃത്രിമ ആനയെ എഴുന്നള്ളിച്ച് ഉത്സവം നടത്തിയ സംസ്ഥാനം കേരളമാണ്. 2, പെപ്സിയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് ആരാണ്? രൺവീർ സിംഗ് ആണ് പെപ്സിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിതനായത്. രൺവീർ സിംഗ്. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന റസീന ഡയലോഗിൽ മുഖ്യ അതിഥിയാകുന്നത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയാണ്. ജോർജിയ മെലോണിയാണ് പേര്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന റസീന ഡയലോഗിൽ മുഖ്യ അതിഥിയാകുന്ന ആരാണ്? ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. ലോക സിവിൽ ഡിഫൻസ് ദിനമായി ആചരിക്കുന്നത് എപ്പോൾ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മാർച്ച് 1 ലോക സിവിൽ ഡിഫൻസ് ദിനം. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ ബി അശോക്. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ ബി അശോക്. ടിക്ടോക്ക് നിരോധിച്ച ആഗോള സാമ്പത്തിക സംഘടന ഏത്? യൂറോപ്യൻ യൂണിയനാണ്. ടിക്ടോക്ക് നിരോധിച്ച ആഗോള സാമ്പത്തിക സംഘടന യൂറോപ്യൻ യൂണിയനാണ്. മലയാളം സർവകലാശാലയുടെ പുതിയ രജിസ്ട്രാറായി ചുമതലയേറ്റത് ആരാണ്? പ്രജിത് ചന്ദ്രനാണ് മലയാളം സർവകലാശാലയുടെ പുതിയ രജിസ്ട്രാർ. 8ാമത്തെ ചോദ്യം, ബ്രോഡ്ബാൻഡ് ഇന്ത്യ ഫോറം ചെയർപേഴ്സണായി നിയമിതനായത് ആര്? ബ്രോഡ്ബാൻഡ് ഇന്ത്യ ഫോറം ചെയർപേഴ്സൺ അരുണ സുന്ദർ രാജാണ്. 9ാമത്തെ ചോദ്യം, ഫിഫയുടെ മികച്ച ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മെസ്സിയാണ്. അത് വുമൻസ് കാറ്റഗറിയിൽ. ഫിഫയുടെ മികച്ച വനിതാ ഫുട്ബോൾ താരമായത് ആരാണ്? അലക്സിയ പുട്ടിയാസാണ്. അപ്പോൾ ഇത്രയാണ് ചോദ്യങ്ങളുള്ളത്. അപ്പോൾ ഇന്നത്തെ കട്ട് ഓഫ് എത്രയാണ്? മുഴുവൻ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ എത്രയാണ് കട്ട് ഓഫ്? 7 ഔട്ട് ഓഫ് 10. വളരെ നന്നായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഡെയിലി എന്ന രീതിയിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് നോക്കുന്ന ആളാണെങ്കിൽ നമുക്ക് മുഴുവൻ മാർക്കും കിട്ടും. 7 ഔട്ട് ഓഫ് 10 ആണ് ഇന്നത്തെ ഡെയിലി ടെസ്റ്റിൻ്റെ കട്ട് ഓഫ്.